ഇപ്പോൾ എല്ലായിടത്തും എ ആണ്. സ്ക്രിപ്റ്റ് എഴുതാനും തംബ്നെയിൽസ് ഉണ്ടാക്കാൻ ഈവൻ വീഡിയോസ് ഉണ്ടാക്കാൻ പോലും എ ആണ്. ചില ആൾക്കാർ ഇപ്പോഴും ചോദിക്കുന്നുണ്ട് യൂട്യൂബിനെ എഐക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ. ഇന്ന് നമുക്ക് ഈ എ ക്രിയേറ്റേഴ്സിന് എന്തൊക്കെ ചെയ്യാനും എന്തൊക്കെ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആക്കാനും പറ്റുമെന്ന് നമുക്ക് നോക്കാം. സോ ഈ വീഡിയോൻ്റെ അവസാനം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും ഈ എ എന്നുള്ളത് നിങ്ങൾക്കൊരു കോമ്പറ്റീറ്റർ ആണോ അതൊരു അസിസ്റ്റൻ്റ് ആണോ ഇതോ രണ്ടും ഈക്വൽ ആയിട്ടുള്ള രീതിയിലുള്ളതാണോ നോക്കാം. ഒരു വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ടൈം എടുക്കും. എന്തൊക്കെയാണ് നോക്കിക്കഴിഞ്ഞാൽ റിസർച്ച്, സ്ക്രിപ്റ്റിങ്, എഡിറ്റിങ്, ഈവൻ തംബ്നെയിൽസ് പോലും. ഇതില്ലാണ്ട് തന്നെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തോന്നത്തില്ല. ഈ എഐ ടൂൾസ് എന്ന് പറയുന്നത് നമ്മുടെ കാര്യങ്ങൾ ഡേ ടു ഡേ ലൈഫിലുള്ള കാര്യങ്ങളായിരുന്നാലും എഡിറ്റിംഗ് ആയിരുന്നാലും എല്ലാത്തിനും കുറച്ചും കൂടെ ടൈം സ്പീഡപ്പ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഇത് നിൽക്കുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ജനറേറ്റിംഗ് വീഡിയോ, ജനറേറ്റിംഗ് ഐഡിയാസ്, സ്ക്രിപ്റ്റ്സ് എഴുതാൻ, തംബ്നെയിൽസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈവൻ എഡിറ്റിംഗ് പോലും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ChatGPT 4 VO3 ഉണ്ടല്ലോ, ഇതിന് സ്ക്രിപ്റ്റ് ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. കൂടാഞ്ഞിട്ട് തന്നെ ഹൈലൈറ്റ്സ് കട്ട് ചെയ്യാനും ക്യാപ്ഷൻസ് സജസ്റ്റ് ചെയ്യാൻ പോലും അതും മിനിറ്റുകൾ കൊണ്ട് തന്നെ. മനസ്സിലായില്ലേ? ബട്ട് എഫിഷ്യൻസി മാത്രം ക്രിയേറ്റിവിറ്റി ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ എഐ നിങ്ങളുടെ ഒരു പേഴ്സണൽ ടച്ചിനെ റീപ്ലേസ് ചെയ്യൂ എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ കുറേ ക്രിയേറ്റേഴ്സ് ആലോചിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ ജോബ് ഈ എഐ ടേക്ക് ഓവർ ചെയ്യോ എന്നുള്ള രീതിയിൽ. എഐക്ക് കോണ്ടന്റ് ജനറേറ്റ് ചെയ്യാനും ട്രെൻഡ്സിനനുസരിച്ച് ഒപ്റ്റിമൈസ് ചെയ്യാനും ആൻഡ് ഈവൻ റെപ്പറ്റീവ് ടാസ്കുകൾ ഓട്ടോമേറ്റ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിനെ ഇത് അവിടെ ഒരു ലാക്ക് ഓഫ് പേഴ്സണൽ എക്സ്പീരിയൻസ് വരുന്നതായിരിക്കും. കൂടാതെ തന്നെ ഹ്യൂമറും ഇമോഷണൽ സ്റ്റോറി ടെല്ലിങ് അങ്ങനത്തെ പരിപാടികളും അവിടെ ഒരു ലാക്ക് പരിപാടി വരുന്നതായിരിക്കും. എഐക്ക് സ്ക്രിപ്റ്റ് ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, പക്ഷേ അതിന് നിങ്ങളുടെ ഒരു യുണീക്ക് ആയിട്ടുള്ള അനക്ഡോട്ട് ഉണ്ടല്ലോ അത് സെറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കത്തില്ല. ഈവൻ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഓർ ഈവൻ വോയിസ് ഇൻഫ്ലക്ഷൻ പോലും പറ്റുന്നതായിരിക്കത്തില്ല. സോ എഐ എന്നുള്ളൊരു ത്രെഡ് ആണോ അതോ ടൂൾ ആണോ എന്നുള്ള രീതിയിൽ നമുക്ക് അടുത്ത് നോക്കാം. നിങ്ങൾക്ക് എഐ ആയിട്ട് കോമ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ പേർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പറ്റുന്നതായിരിക്കും. എഐക്ക് കുറേ കാര്യങ്ങളിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. എന്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഐഡിയാസ് ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് പെട്ടെന്ന് തന്നെ ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. കോണ്ടന്റ്സ് എഫിഷ്യൻ്റ്ലി എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ലോങ് വീഡിയോസിനെ ഷോർട്സ് ആയിട്ട് റീപർപ്പസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഈവൻ ട്രെൻഡ്സിനനുസരിച്ച് ഇതൊരു എൻഗേജിങ് ആയിട്ടുള്ളൊരു രീതിയിൽ ഇത് സെറ്റ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. എഐനെ നിങ്ങളൊരു കോ വർക്കറായിട്ട് നോക്കിയിരുന്നാൽ മതി. കാരണം വെച്ചാൽ ഇപ്പം TDS ആയിട്ടുള്ള വർക്ക്സും അങ്ങനത്തെ പല കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. കൂടാതെ തന്നെ നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റീനെ ഫോക്കസ് ചെയ്യാനും ഇത് കുറച്ചും കൂടെ നല്ല ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഈവൻ സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് സ്ട്രാറ്റജീസ്. ബട്ട് ഇത് സ്മോൾ ക്രിയേറ്റേഴ്സിന് സസ്റ്റൈനബിൾ ആണോ എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം. നിങ്ങൾ എഐയിൽ കൂടുതലായിട്ട് റിലൈൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. കോണ്ടന്റ് റോബോട്ടിക് ആയിട്ട് ഫീൽ ചെയ്യാം, ഒറിജിനാലിറ്റീന് പ്രശ്നം വരാം, ഓർ ഈവൻ വ്യൂവേഴ്സിന് ഇമോഷണലി ഉള്ള ഒരു പരിപാടി ഉണ്ടല്ലോ അതിനും അവിടെ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. ഒരു ബാലൻസ് പരിപാടി അതാണ് ഇവിടെ പിടിക്കേണ്ടത്. എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എഐന് ഒരു എഫിഷ്യൻസി രീതിയിൽ നോക്കാം, പക്ഷേ എപ്പോഴും നിങ്ങളുടെ ഒരു സ്റ്റൈല് അവിടെ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ നോക്കണം. ഹ്യൂമർ ആയിരുന്നാലും വോയിസ് ആയിരുന്നാലും അങ്ങനത്തെ പല കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എഐൻ്റെ സംഭവം വരാണ്ടിരിക്കാം. സോ എന്താണ് ഒരു ഫൈനൽ ടേക്ക് അവേ ഈ ഒരു ക്രിയേറ്റേഴ്സ് 2025 എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം. ഈ എഐക്ക് യൂട്യൂബേഴ്സിനെ ഫുള്ളി റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. അതിനെ ആംപ്ലിഫൈ ചെയ്യാൻ പറ്റും, അസിസ്റ്റ് ആൻഡ് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇതിലൊരു റിയൽ വിന്നർ ആരെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ എഐനെ ക്രിയേറ്റേഴ്സിന് നല്ല രീതിയിൽ എഫിഷ്യൻ്റ് ആയിട്ടും ഒതൻറ്റിക് സ്റ്റോറി ടെല്ലിംഗ് ആയിട്ടും പേഴ്സണാലിറ്റി ടച്ച് ഈ ഒക്കെ രീതിയിൽ എഐന് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല. അതിലാണ് കാര്യം ഇരിക്കുന്നത്. ഈവൻ എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ ഈ എഐ യൂസ് ചെയ്തിട്ട് സ്ക്രിപ്റ്റിംഗ് ആയിരുന്നാലും എഡിറ്റിംഗ് ഐഡിയാസ് ആയിരുന്നാലും യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ എൻ്റെ ഒരു വോയിസ് അവിടെ കൊടുക്കുന്നതായിരിക്കും. മനസ്സിലായില്ല? ഈ ഒരു എഐ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ ഒരു വോയിസ് അവിടെ കൊടുക്കും. കൂടാഞ്ഞിട്ട് തന്നെ എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ്. മനസ്സിലായോ? ഇതൊക്കെ ചെയ്തിരുന്നാൽ മാത്രമേ ഈ ഒരു വ്യൂവേഴ്സിന് നമുക്ക് കുറച്ചും കൂടെ ടച്ച് ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ ലൈക്കും ചെയ്ത് സബ്ബും ചെയ്ത് ഇനി മുന്നത്തെ വീഡിയോസ് ചെക്ക് ചെയ്യുക. ഇനി വരാൻ പോകുന്ന വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. സോ ഇതേപോലത്തെ സിമ്പിൾ ആൻഡ് പ്രാക്ടിക്കൽ ടെക് സൊല്യൂഷൻസിന് വേണ്ടിയിട്ട് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക.